സഖ്യന്റെ മടിത്തട്ടിലുണരുന്നൊരു ഗാനം ഉൾക്കാറ്റിൻ പുളകം കൊണ്ട്. സഖ്യന്റെ മടിത്തട്ടിലുണരുന്നൊരു ഗാനം ഉൾക്കാറ്റിൻ പുളകം കൊണ്ട്. ചാലിയ പുഴയുടെ കുഞ്ഞോളങ്ങൾ തഴുകും പുറപ്പാടിൻ ചരിത്രമുണരുന്നു. ഒരു പുറപ്പാടിൻ ചരിത്രമുണരുന്നു. മലബാറിൻ സുഗതം തേടി സുവിശേഷ ചരിതം തേടി ഒരു യാത്ര, ഒരു യാത്ര, ഒരു യാത്ര, ഒരു യാത്ര. ദർശന സായുജ്യമേകുന്ന യാത്ര മലബാർ ദർശൻ, മലബാർ ദർശൻ. ഭക്ഷ്യക്ഷാമവും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് അഷ്ടിക്ക് വക കണ്ടെത്താൻ മലബാറിന്റെ മണ്ണിലേക്ക് പ്രവഹിച്ചവരിൽ മലങ്കര മർത്തോമ ക്രിസ്ത്യാനികളുമുണ്ടായിരുന്നു. 1950-60 കാലഘട്ടത്തിലാണ് കുടിയേറ്റം ഏറെയും നടന്നത്. പ്രതികൂല സാഹചര്യങ്ങളെയാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. പുതിയ കർമ്മഭൂമിയെ തേടിയുള്ള യാത്രയായിരുന്നു അത്. പുതിയ കാനാൻ ദേശം തേടിയുള്ള സഞ്ചാരം. സ്വന്തം കൈകൊണ്ട് കാടു വെട്ടിത്തെളിച്ച് സ്വന്തമാക്കിയ മണ്ണിൽ മലമ്പനിയോടും മാറാരോഗങ്ങളോടും പൊരുതേണ്ടി വന്നു അവർക്ക്. പിന്മാറാതെ പിടിച്ചു നിൽക്കാനായത് തികഞ്ഞ ദൈവാശ്രയവും വിശ്വാസ തീക്ഷ്ണതയും കൊണ്ട് മാത്രമാണ്. അങ്ങനെ അവർ ഈ മണ്ണിന്റെ മക്കളായി, പൊന്നുവിളയിക്കുന്ന അധ്വാനവർഗമായി മാറി. തൃശൂർ മുതൽ കാസർഗോഡ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശമാണ് നമ്മുടെ ഭദ്രാസനം. മാർത്തോമാ സുറിയാനി സഭയുടെ 12 ഭദ്രാസനങ്ങളിലൊന്നാണ് കുന്നംകുളം മലബാർ ഭദ്രാസനം. തൃശൂർ മുതൽ കാസർഗോഡ് വരെ തമിഴ്നാട്ടിൽ നീലഗിരി ജില്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും ദുബായ് ഇടവകയും ചേർന്നതാണ് ഭദ്രാസനം. കുന്നംകുളം പ്രദേശത്തുള്ള സുറിയാനി ക്രിസ്ത്യാനികൾ ഒഴികെ ഭൂരിഭാഗം ആളുകളും മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ആഴമായ ദൈവവിശ്വാസത്തോടും സഭാസ്നേഹത്തോടും കൂടി അവർ ജീവിച്ചതിന്റെ ഫലമാണ് ഇന്ന് കുന്നംകുളം മലബാർ ഭദ്രാസനം. സ്ഥാപനങ്ങളിൽ കൂടെയുള്ള പ്രവർത്തനം സമൂഹത്തിൽ സഭയ്ക്കുള്ള സാക്ഷ്യം നിറവേറ്റപ്പെടുകയാണ്. ഓരോരോ സാഹചര്യങ്ങൾക്കനുസൃതമായി ആവശ്യങ്ങളോട് പ്രതികരിക്കുവാൻ സഭയ്ക്ക് സ്ഥാപനങ്ങൾ കൂടെയൊക്കെ സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടെ, ആതുരാലയങ്ങളിൽ കൂടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടെയൊക്കെ സഭയിൽ സംഗതമായ സാക്ഷ്യം ഈ ലോകത്ത് നിർവഹിപ്പാൻ ഭദ്രാസനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഡോക്യുമെന്ററി ചിത്രീകരണത്തിൽ കൂടെ ഉദ്ദേശിക്കുന്നത് വളരെ വിസ്തൃതമായ ഭദ്രാസനത്തിനുള്ളിലെ വിവിധ പ്രവർത്തനങ്ങൾ എല്ലാ ദൈവമക്കൾക്കും മനസ്സിലാക്കി കൊടുക്കുകയും ആ പ്രവർത്തനത്തോടെ ക്രിയാത്മകമായി പ്രതികരിപ്പാൻ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഡോക്യുമെന്ററി കാണുന്നതായിട്ടുള്ള എല്ലാവരും ഭദ്രാസനത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ, ഇടവകളുടെ പ്രവർത്തനങ്ങൾ, സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാനും അതിൽ കൂടെയൊക്കെ ദൈവരാജ്യത്തിന്റെ കെട്ടുമണിയിൽ പങ്കാളിയാകുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ. തൃശൂർ പൂരം
ഈ നാടിന്റെ സാംസ്കാരിക തനിമയെ വിളിച്ചറിയിക്കുന്നതാണ്. ഇവിടെ മാർത്തോമ സഭയുടെ പാദസ്പർശമേറ്റിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എബനേസർ മാർത്തോമ പള്ളി 100 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. തൃശൂർ രവിവർമ്മ മന്ദിരം അനാഥരുടെ, അശരണരുടെ അഭയകേന്ദ്രമാണ്. ഒരു കാലത്ത് വടക്കൻ ജില്ലകളിലെ ഇത്തരം വ്യക്തിജീവിതങ്ങൾക്ക് ദൈവിക കരുതൽ നൽകിയത് ഈ സ്ഥാപനമാണ്. ഇവിടുത്തെ ജീവിതചര്യയും ആരാധനാ കൂട്ടായ്മ ബന്ധങ്ങളും ജീവിത സായാഹ്നത്തെ ആനന്ദകരമാക്കുന്നു. നൽകുന്ന ശുശ്രൂഷകൾ എന്നും അവഗണനയുടെ കയ്പുനീർ കുടിച്ചിരുന്ന സമൂഹത്തെ കരുതൽ സമൂഹമായി നിലനിർത്താൻ പ്രാപ്തമാക്കുന്നു. ഭാഗ്യസ്മരണീയനായിട്ടുള്ള ടി.പി. വർഗീസ് കുന്നംകുളം സ്വദേശി ആരംഭിച്ചതാണ് ഈ സ്ഥാപനം. കൊച്ചി രാജാവിന്റെ നാമധേയത്തിൽ അന്ന് ആരംഭിച്ചു. ശ്രീ രവിവർമ്മ എന്ന പേര് ഈ സ്ഥാപനത്തിന് നൽകുകയുണ്ടായി. 1951 ഈ സ്ഥാപനം മാർത്തോമാ സഭയ്ക്ക് കൈമാറി. അന്നു മുതൽ ഇന്നുവരെയും മാർത്തോമാ സഭയുടെ ചുമതലയിൽ ഈ സ്ഥാപനം മുൻപോട്ട് നടത്തിക്കൊണ്ടുപോകുന്നു. 63 സംവത്സരം പിന്നിട്ടതായിട്ടുള്ള ഈ മന്ദിരത്തിൽ ഏകദേശം 170 ആളുകൾക്ക് അഭയം നൽകുകയുണ്ടായി. നിരാശരും നിരാലംബരുമായിട്ടുള്ള അനേകരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള പരിചരണങ്ങൾ നൽകുകയും ഭക്ഷണം, വസ്ത്രം, മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങൾ ഇവയെല്ലാം നൽകിക്കൊണ്ടത്രേ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 23 സ്ത്രീകളും 14 പുരുഷന്മാരും ഉൾപ്പെടെ 37 പേര് ഇവിടെ പാർക്കുന്നു. ഇവരുടെ കണ്ണുകളിൽ നിന്നും പൊടിയുന്ന കണ്ണുനീർ തുള്ളികൾ അനാഥത്വത്തിന്റെയും പാർശ്വവൽക്കരണത്തിന്റെയും തീച്ചുളയിൽ നിന്നും ഉതിർന്നു വീഴുന്നതാകാം. ഈ കണ്ണീർ കണങ്ങളെ ഒപ്പുകയല്ലേ നമ്മുടെ ശുശ്രൂഷ? കേരളത്തിന്റെ ഏതാണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും നിരവധി വ്യക്തിജീവിതങ്ങൾ ഈ മഹാവൃക്ഷത്തണലിൽ ജീവിതത്തിന്റെ സായാഹ്നങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട്.